പയ്യന്നൂർ കണ്ട ഏറ്റവും വലിയ ആദരിക്കൽ ചടങ്ങിന് തുരീയം സമാപന വേദി സാക്ഷിയായി. ഐസി മൂൺ ഐസ്ക്രീം, എ ജനത ചാരിറ്റബിൾ സൊസൈറ്റി പ്രോഡക്റ്റ്. കേരളത്തിലേതെന്നല്ല, ഇന്ത്യയിലെ തന്നെ ഏറ്റവും വലിയ സംഗീതോത്സവമായ തുരീയം സംഗീതോത്സവത്തിൻ്റെ സമാപന വേദി പയ്യന്നൂർ കണ്ട ഏറ്റവും വലിയ ആദരിക്കൽ ചടങ്ങിൻ്റെ വേദിയായി കൂടി മാറി. പോത്താങ്കണ്ടം ആനന്ദഭവന്റെ നേതൃത്വത്തിൽ സംഘടിപ്പിക്കുന്ന ഈ വർഷത്തെ തുരീയം സംഗീതോത്സവത്തിൻ്റെ സമാപന സമ്മേളനം പയ്യന്നൂർ ശ്രീപ്രഭ ഓഡിറ്റോറിയത്തിൽ ഗോവ ഗവർണർ PS ശ്രീധരൻപിള്ള ഉദ്ഘാടനം ചെയ്തു. ജാതിക്ക് സാധിക്കാത്തത്, ഭാഷയ്ക്ക് സാധിക്കാത്തത്, ആചാരങ്ങൾക്കും അനുഷ്ഠാനങ്ങൾക്കും ഒക്കെ അപ്പുറത്ത് ഏകതയുടെ ബീജം കുടികൊള്ളുന്നത് ഞാൻ പറയുന്നു നമ്മുടെ സാഹിത്യത്തിലും കലയിലുമൊക്കെയാണ്. അപ്പം അങ്ങനെ നടത്തുന്ന അശാന്ത പരിശ്രമത്തെ ഞാൻ പറയും യഥാർത്ഥ സന്യാസമത. ആ സന്യാസം സമാജത്തിന് വേണ്ടി ജനങ്ങൾക്കിടയിൽ പ്രവർത്തിക്കുന്നതാണ്. ആരുടെ മുമ്പിലും മുട്ടുമടക്കാതെ ദർശന സ്വഭാവം ഒരിക്കലും സ്വാമിജി അദ്ദേഹത്തിന് ശരിയെന്ന് തോന്നുന്ന കാര്യം ഉറപ്പിച്ചു പറയാനുള്ള ആർജവമാണ് അദ്ദേഹത്തിൻ്റെ കൈമുതൽ. അതുകൊണ്ടാണ് പപ്പേട്ടനൊക്കെ ഇതിൽ ഇത്രയും താല്പര്യപൂർവ്വം പങ്കെടുക്കുന്നതെന്നാണ് ഞാൻ കരുതുന്നത്. ഏതായാലും ഏത് കയ്പുള്ള മരുന്നായാലും ഷുഗർ വോട്ട് ചെയ്ത് നൽകുമ്പോൾ അതിൻ്റെ കയ്പ് മാറും. സംഗീതത്തിലൂടെ നമുക്ക് മാറ്റമുണ്ടാക്കാൻ സാധിക്കും. എത്ര സംഭവങ്ങൾ വേണമെങ്കിൽ വർത്തമാന സംഗീതത്തിൽ നമുക്ക് ഉറക്കെ പറയാനായിട്ടുണ്ട്. അതുകൊണ്ട് ഇവിടെ ഒരു നവത്വം, പഴമയ്ക്ക് നവത്വം കൊടുക്കുന്ന ഒരു കേന്ദ്രമായി ഞാൻ തുരീയത്തെ കാണുകയാണ്. നാടിൻ്റെ ആത്മാവിനെ കോർത്തിണക്കാൻ, ജനങ്ങളെ കോർത്തിണക്കാൻ, വൈരുദ്ധ്യങ്ങളെയെല്ലാം വൈവിധ്യങ്ങളാക്കി ഏകതയുടെ ബീജത്തിൽ ഉറപ്പിച്ചു നിർത്താൻ സ്വാമിജിയുടെ ശ്രമങ്ങൾ സഹായകമാണ്. എഴുത്തുകാരൻ ടി പത്മനാഭൻ, ലോക്നാഥ് ബെഹ്റ IPS, തോംസൺ ജോസ് IPS, കേണൽ പരംവീർ സിംഗ് നാഗ്ര, സംഗീത സംവിധായകൻ വിദ്യാധരൻ മാസ്റ്റർ, ചലച്ചിത്ര സംവിധായകൻ കമൽ, മീര വിജയ്, ആജ്ഞാവൃന്ദ തുടങ്ങിയവർ ചടങ്ങിൽ സംബന്ധിച്ചു. എനിക്കറിയില്ല, ഈ ചടങ്ങ് ഇവിടെ വന്ന് ഇതിൽ പങ്കെടുത്തപ്പോൾ സത്യം പറയുകയാണെങ്കിൽ ഇത്രയും പ്രൗഢഗംഭീരമായ ഒരു ചടങ്ങാവുമെന്ന് ഞാൻ പ്രതീക്ഷിച്ചിട്ടില്ല. രണ്ട് കാരണമുണ്ട്. ഒന്ന്, വിദ്യാധര മാഷനെ വിളിച്ചിട്ട് പറഞ്ഞിങ്ങനെ ഒരു പരിപാടിയുണ്ട്, തുരീയം എന്ന് പറഞ്ഞിട്ട് ഒരു സംഗീത ഉത്സവം നടക്കുന്നുണ്ട് മലബാറിൽ, പയ്യന്നൂരിൽ, വലിയ പരിപാടിയാണ്. അപ്പം ഞാൻ മാഷോട് ഞാൻ കേട്ടിട്ടില്ല. കാരണം പൊതുവെ ഇത്തരം സംഗീത പരിപാടികളൊക്കെ ഉണ്ടെങ്കിൽ ഞാൻ കേൾക്കാറുണ്ട്, നമ്മളിതൊക്കെ ഫോളോ ചെയ്യുന്ന ആളെന്നുള്ള രീതി. മാഷൊന്ന് ഗംഭീര പരിപാടികൾ, മാഷ അതിനെക്കുറിച്ച് കുറേ പറഞ്ഞു. സ്വാമിജി വിളിക്കുമെന്ന് പറഞ്ഞു. അപ്പോൾ സ്വാമി വിളിക്കുമെന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോൾ സാധാരണ ഞാൻ വിചാരിച്ചതിൻ്റെ സംഘാടകൻ ഒരാൾ വിളിക്കുന്നു എന്നുള്ള രീതിയിൽ ഞാൻ സ്വാമിയോട് സ്വാമി പറഞ്ഞ് മാഷ കൂടെ വന്നാൽ മതി, വിദ്യാലയ മാഷ കൂടെ വന്നാൽ മതി, കാറിന് വന്നാൽ സൗകര്യമില്ല. ഞങ്ങൾ കാറിനൊക്കെ വരാൻ ബുദ്ധിമുട്ടാണ്, അപ്പോൾ റോഡ് കൂടി നടക്കാറുണ്ട്. ഞാനൊരു സംഘാടകനോട് സംസാരിക്കുന്ന രീതിയിൽ പറഞ്ഞു ട്രെയിനിൽ വരാമെന്ന് പറഞ്ഞു. മാഷും ഞാൻ കൂടി ട്രെയിനിൽ വരാൻ ഞാൻ മാഷ് വിളിച്ച് പറഞ്ഞു ട്രെയിനിൽ വരാമെന്ന് പറഞ്ഞു. മാഷ് അപ്പോഴാണ് സ്വാമിയെക്കുറിച്ച് എന്നോട് കൂടുതൽ പറഞ്ഞത്. സത്യത്തിൽ ഞാൻ ഒന്ന് വല്ലാണ്ടായിപ്പോയി. കാരണം വെച്ചാൽ മാഷോട് സംഘാടകനോട് സ്വാമിയോട് സംഘാടകനോട് സംസാരിച്ച ആ ലാഘവത്തോട് സംസാരിച്ച് പോയതിൽ ഇപ്പം ഞാൻ അദ്ദേഹത്തോട് ഖേദം പ്രകടിപ്പിക്കുകയാണ്. കാരണം അദ്ദേഹം ആരാണെന്ന് മനസ്സിലായത്. പിന്നെ മറ്റൊരു കാര്യം, ഞാനിവിടെ വന്നു കഴിഞ്ഞപ്പോൾ ഇവിടെ വലിയൊരു കസേരയുണ്ട്. നമുക്കറിയാം സെൻറ്ററിൽ സാധാരണ ഇങ്ങനെയുള്ള പരിപാടികളുണ്ട്, സ്വാമിജി എന്ന് പേരുണ്ടെങ്കിൽ ആത്മീയാചാര്യൻ എന്നുള്ള രീതിയിൽ അദ്ദേഹത്തിനുള്ള കസേര ആയിരിക്കണം എന്നുള്ള രീതിയിലാണ് ആദ്യം വിചാരിക്കുക. ഞാൻ അങ്ങനെ മാഷോട് പറയുകയും ചെയ്തു. അപ്പോൾ പിന്നെ ആലോചിച്ചു, ഗവർണർ പ്രോട്ടോകോൾ അനുസരിച്ച് അദ്ദേഹത്തിനായിരിക്കുമല്ലോ, അപ്പോൾ രണ്ട് കസേര വേണ്ടല്ല അങ്ങനെയാണെന്നുള്ളൊക്കെ ഒരു സംശയം എൻ്റെ മനസ്സിലുണ്ടായി. പക്ഷേ അപ്പം തന്നെ എന്നെ മാറി ചിന്തിക്കാൻ പ്രേരിപ്പിച്ചൊരു കാര്യം, ഞങ്ങളിങ്ങോട്ട് വരുമ്പോഴേ സ്വാമി അവിടെ നടയിൽ നിൽക്കുന്നുണ്ട്. അപ്പോഴും എനിക്കറിയില്ല ഇതാണ് ആ സ്വാമി. പക്ഷേ വന്ന് കാലിൽ തൊട്ടപ്പോഴാണ് ഞാൻ മനസ്സിലാക്കുന്നത് സ്വാമിജിയാണ് എന്നുള്ളത്. ആ ഒരു എളിമ, ലാളിത്യം, നമുക്കിവിടുത്തെ വലിയ വലിയ സ്വാമിമാരെയും ആത്മീയാചാര്യന്മാരെയൊക്കെ ഒരുപാട് കണ്ടിട്ടുണ്ട്. നമ്മൾ എങ്ങനെയാണ് അവരുടെ വരവെന്ന് തന്നെ നമുക്കറിയാം. അതൊന്നുമില്ലാത്തൊരു മനുഷ്യൻ ഈ ആത്മീയത സംഗീതവുമായിട്ട് എങ്ങനെ സമന്വയിപ്പിക്കാൻ കഴിയും എന്നുള്ളതിന് ഒരുപക്ഷെ കേരളത്തിലെ ഏറ്റവും വലിയ മാതൃകയായിരിക്കും അദ്ദേഹത്തെ കണ്ടത്. എനിക്ക് അദ്ദേഹത്തിൻ്റെ ഈ പരിപാടിയിൽ പങ്കെടുത്തില്ലായിരുന്നെങ്കിൽ വലിയൊരു നഷ്ടമാകുമായിരുന്നു എനിക്ക് തോന്നുന്നു.
ഈ വർഷത്തെ തുരീയം സുവർണകീർത്തി മുദ്ര സംഗീതജ്ഞൻ കൂടിയായ എസ് ശ്രീജിത്ത് IPSന് സ്വാമി കൃഷ്ണാനന്ദ ഭാരതി സമ്മാനിച്ചു. ഒപ്പം ഇന്ത്യയുടെ വിവിധ സേനാ വിഭാഗങ്ങളിൽ സുസ്ഥിരമായ സേവനമനുഷ്ഠിച്ച് വിശ്രമ ജീവിതം നയിക്കുന്ന ലഫ്റ്റനന്റ് ജനറൽ വിനോദ് നായനാർ, റിയർ അഡ്മിറൽ K. മോഹനൻ എന്നിവരെയും വേദിയിൽ വെച്ച് പൊന്നാടയണിയിച്ച് ഉപഹാരം നൽകി ആദരിച്ചു. ആദ്യമായി തുരീയത്തിൻ്റെ വേദിയിലെത്തിയ ലോക്നാഥ് ബെഹ്റ IPS, കേണൽ പരംവീർ സിംഗ് നാഗ്ര എന്നിവർക്കും ആനന്ദഭവൻ്റെ സ്നേഹോപഹാരങ്ങൾ സമ്മാനിച്ചു. തുടർന്ന് നടന്ന പഞ്ചരത്ന കീർത്തനാപനത്തോടു കൂടിയാണ് പയ്യന്നൂർ കണ്ട ഏറ്റവും വലിയ ആദരവ് ചടങ്ങിന് തിരശീല താഴ്ന്നത്. ന്യൂസ് ബ്യൂറോ, പയ്യന്നൂർ. IC Moon Ice Cream, a Janata Charitable Society product.